പ്രിയമുള്ളവൾ. രചനാ അവതരണം മിത്രവിന്ദ. കുളിയും നാമജപവും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരും നന്ദനയുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് ഭദ്രനോട് സംസാരിച്ചു. എങ്കിലും മുൻപ് പറഞ്ഞ കാര്യത്തിൽ തന്നെ അവൻ ഉറച്ചു നിന്നു. വരാന്തയിലെ അരഫെറ്റിയിലിരുന്ന് ഫോണിൽ എന്തോ വീഡിയോ കാണുകയായിരുന്നു ഭദ്രൻ. എടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? അച്ചായൻ്റെ ഇവിടെ മാത്രമാണോ നീ കൊച്ചിനെ ജോലിക്ക് വിടാത്തത്? വേറെ എവിടെന്നെങ്കിലും ഒരു പണി കിട്ടിയാലോ? അപ്പോഴും നീ ഇതേ വർത്താനം മാത്രമേ പറയുള്ളൂ. അമ്മ, ചെന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യവും പറഞ്ഞ് നേരം കളയാനായിട്ട്. ഭദ്രൻ ദേഷ്യപ്പെട്ടപ്പോൾ ഗീതമ്മ അവനെ നോക്കി പേടിപ്പിച്ചിട്ട് അവിടെ നിന്നും അടുക്കളയിലേക്ക് പോയി. കൊച്ചെ, കിടക്കാൻ നേരം നീ ഇവനോട് കാര്യമായിട്ടൊന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ട് എങ്ങനെങ്കിലും പോകാൻ നോക്ക് കേട്ടോ. 10 പൈസ വാതുക കിട്ടുന്നതാണ്. ഭദ്രന് ചോറ് കൊടുത്ത ശേഷം ബാക്കി എല്ലാവർക്കും വിളമ്പി വെക്കുകയാണ് ഗീതമ്മ. ആ നേരത്ത് അങ്ങോട്ട് വന്ന നന്ദനയോട് അവർ പതിയെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാൻ സംസാരിക്കാമേ. ഭദ്രേട്ടൻ എന്താണ് പറയുന്നതെന്നൊന്ന് നോക്കട്ടെ. അന്ന് രാത്രിയിൽ കിടക്കാനായി അവന്റെ അരികിലേക്ക് വന്നപ്പോൾ അവളുടെ മുഖം കൊട്ട പോലെ വീർത്തിരിപ്പുണ്ട്. കാര്യം പിടികിട്ടിയതുകൊണ്ട് ഭദ്രൻ മൈൻഡ് ചെയ്യാനും പോയില്ല. ഫോണിൽ ഓരോരോ വീഡിയോസ് കണ്ടുകൊണ്ട് അവൻ അങ്ങനെ കിടന്നു. മകനൊരു സഹായമാകുമല്ലോ എന്ന് കരുതിയ പാവം അമ്മ അങ്ങനെ പറഞ്ഞേ. അപ്പൊ ഇവിടെ ഒരാൾക്ക് ഇപ്പോഴും എന്നെ സംശയമാണ്. തുടങ്ങി. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ജോലിക്ക് വിടാത്തത്. എനിക്കത് കൃത്യമായിട്ടറിയാം. കഷ്ടകാലത്തിന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് കരുതി ഈ താലിമാല എൻ്റെ മാറിൽ പറ്റിച്ചേർന്ന അന്നു മുതൽ മരണം വരേക്കും എൻ്റെ ഉള്ളിൽ ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ. അതെൻ്റെ ഭദ്രേട്ടനാണ്. അവൻ്റെ അരികിലായി കട്ടിലിൽ ഇരുന്നു കൊണ്ട് കിടിലൻ ഡയലോഗുകളൊക്കെ പറയുകയാണ് നന്ദന. പക്ഷെ അവനാണെങ്കിൽ കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്തായിട്ടാ ഒന്നും പറയാത്തത്? എൻ്റെ സ്വഭാവം മോശമാണെന്ന് കരുതിയല്ലേ ഭദ്രേട്ടൻ ജോലിക്ക് വിടാത്തത്? അത് ചോദിക്കുമ്പോൾ അവളോട് ശബ്ദം വിറച്ചു. ദേ പെണ്ണെ, വെറുതെ എഴുതാപ്പുറം വായിക്കാതെ വന്ന് കിടക്കാൻ നോക്ക്. ചോദിച്ചതിന് ഉത്തരം പറയേട്ടാ. എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? നന്ദേ, വല്ലതും കേൾക്കും കേട്ടോ നീയ. എന്നാ പിന്നെ എന്നെ ജോലിക്ക് വിട്ടൂടെ? ഇല്ല. അതെന്താ? എനിക്ക് താല്പര്യമില്ല, അത്ര തന്നെ. എനിക്കിത്രയും പഠിപ്പൊക്കെ ഉള്ളതല്ലേ ഏട്ടാ. ചുമ്മാ വീട്ടിലിരുന്ന് ചടഞ്ഞുകൂടി, അതും ഏട്ടൻ്റെ ചിലവില്. ചെറിയൊരു ജോലിയെങ്കിലും കിട്ടിയാൽ അത്രയും ആവില്ലേ? ഇന്നലെ തന്നെ എൻ്റെ കൈ പൈസ ഇല്ലാഞ്ഞിട്ട് ഏട്ടനോടാണ് ഒരു പാട് മേടിക്കാൻ വേണ്ടി പോലും കൈ നീട്ടിയത്. 10 രൂപ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ കാര്യമെങ്കിലും നടക്കില്ലേ? അതൊന്നും ശരിയാവില്ല നന്ദേ. നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാനുള്ള പണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അതുപോരെ? ഇനി കൈ നീട്ടി ചോദിക്കാൻ വിഷമമാണെങ്കിൽ ദേ, ആ അലമാരിയുടെ അകത്തെ വലത്തെ അറയിൽ പൈസ കാണും. ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറഞ്ഞതൊരു 5000 എങ്കിലും അതിലെപ്പോഴും ഉണ്ടാവും. നിനക്ക് ആവശ്യമുള്ളത് എടുത്തു. ഒന്ന് പോ ഭദ്രേട്ടാ. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഏട്ടനെ ഒന്ന് സഹായിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പ്ലീസ് ഒന്ന് വിടുമോ ഒന്നേ? എന്നെ അങ്ങനെ സഹായിക്കണ്ട. ഒന്ന് കിടക്ക് പെണ്ണേ. ശരി, വേറെ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ എന്നെ വിടുമോ? അത് നോക്കാം. പക്ഷെ അച്ചായൻ്റെ അവിടേക്ക് മാത്രം വേണ്ട. അതെന്താ പിന്നെ അച്ചായൻ്റെ അവിടേക്ക് കൊണ്ടുപോകാത്തത്? സത്യം പറ ഏട്ടാ, ഏട്ടൻ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. നന്ദന മുഖത്തേക്ക് നോക്കിയതും ഭദ്രനൊന്നും പരിങ്ങി. എന്തോന്ന് മറയ്ക്കാൻ? ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നേരം കളയാതെ വന്ന് കിടക്ക് പെണ്ണേ വേഗം. മേലേക്കാവിൽ അമ്മയെ വെച്ച് സത്യം ചെയ്യട്ടാ, എന്നിട്ട് കിടന്നാ മതി. അവൻ്റെ വലത് കൈ എടുത്ത് തൻ്റെ നെറുകയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദന. ഇക്കുറി പാവം ഭദ്രൻ പെട്ടുപോയി. സത്യം ചെയ്യ. ദേ, 6 നാൾ കഴിഞ്ഞ് ഉത്സവത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അമ്പലവും കാവിലമ്മയും ഒക്കെ. അമ്മയെ വെച്ച് എന്നോട് നുണ പറയരുത്. ഏട്ടൻ എന്തെങ്കിലും എന്നോട് മറയ്ക്കുന്നുണ്ടോ? അവൻ്റെ മിഴികളെ നോക്കിക്കൊണ്ട് പെണ്ണ് വീണ്ടും ചോദിച്ചു.
എടി അത് പിന്നെ ചേ ഒന്നുമില്ലെന്നേ. സത്യം ചെയ്യേട്ടാ, ഒന്നുമില്ലെന്ന് സത്യം ചെയ്യ. എങ്കിൽ ഞാൻ ഈ കൈയെടുക്കും, ഉറപ്പാ. ദേ പെണ്ണെ, ദേവിയമ്മയോട് കളിക്കരുത് കേട്ടോ. അതേ എനിക്കും പറയാനുള്ളൂ. കാവിലമ്മയോട് കളിക്കല്ലേ. എടി, അവിടെ ഒരു പെണ്ണുണ്ട്, വീണ, ഒരു ഇളക്കക്കാരി. അവൾക്കാണെങ്കിൽ എന്നോട് ഒടുക്കത്തെ ഇഷ്ടമായിരുന്നു. എനിക്ക് പക്ഷെ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഏതു നേരം വായി നോക്കിയിരിക്കും ആ സാധനം. അച്ചായൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. സൂസമ്മച്ചി ഒരു തവണ എന്നോട് അവളെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞതാ. ഞാൻ പക്ഷെ സമ്മതിച്ചില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞിട്ടും അവക്കൊരു മാറ്റവുമില്ല. ഒലിപ്പിച്ച് നടക്കുക. ഇനി അവളുടെ അടുത്തേക്ക് ചെന്നാൽ പിന്നെ നിന്നോട് എന്തെങ്കിലും നുണയുണ്ടാക്കുമോ എന്ന് ഞാൻ പേടിച്ചു. ദേ മനുഷ്യ, നാളെ മുതൽ ഞാൻ ജോലിക്ക് വരും. എനിക്കൊന്ന് കാണണോ അവളെ? ഏതാ സാധനം? ഇത്രയായിട്ടും അവക്കൊരു മാറ്റവുമില്ലെങ്കിൽ അവൾ കുറഞ്ഞ വിത്തല്ലല്ലോ. ഹും, എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു ഭദ്രേട്ടൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കൊച്ചു കള്ളൻ. ഇനിയെങ്കിലും വന്നൊന്ന് കിടക്കടി കോപ്പേ. നാളെ കാലത്തെ എനിക്ക് ജോലിക്ക് പോകേണ്ടതാ. അതേ, അപ്പൊ ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം എങ്ങനെയാ? ആ, നീ പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. ഇനി അതിൻ്റെ പേരിൽ അമ്മയും മക്കളും കൂടി എൻ്റെ മിക്കിട്ട് കയറാൻ വരണ്ട. യോ, സത്യമാണോ? ഞാൻ പോയിക്കോട്ടെ ഏട്ടാ. ഉം, അതല്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞത്. പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പെണ്ണ് അവൻ്റെ വലത്തെ കവിളിൽ അമർത്തി ഒരു മുത്തം കൊടുത്തു. ഓർക്കാപ്പുറത്തായതിനാൽ ഭദ്രം പിന്നിലേക്ക് മറിഞ്ഞുപോയി. ഒപ്പം അവളും. വീഴാതിരിക്കാൻ ഭദ്രൻ നന്ദനയെ വട്ടം പിടിച്ചതും പെണ്ണിന്റെ മൃദുലതകൾ അവന്റെ നെഞ്ചിൽ അമർന്നു ഞെരുങ്ങി. ആ ഭദ്രേട്ടാ, അറിയാതെ വിളിച്ചുകൊണ്ട് എഴുന്നേക്കാൻ ഭാവിച്ചതും അവൻ അവളിലെ പിടുത്തം അല്പം കൂടി മുറുക്കി. തന്റെ ദേഹത്ത് കിടക്കുന്നവളെ മതിവരാതെ നോക്കിക്കൊണ്ട് ഭദ്രൻ അങ്ങനെ കിടന്നു. അവളുടെ നെറ്റിത്തടത്തിലേക്ക് വീണ് മയങ്ങിക്കിടന്നിരുന്ന കുറുനിരകൾ അത് തന്റെ വലം കൈയാൽ അവൻ മാടി ഒതുക്കി അവളുടെ കാതിന്റെ പിന്നിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. വെള്ളാരം കല്ലുകൾ പോലെയുള്ള രണ്ട് കുഞ്ഞി കമ്മലുകൾ. അവൻ മെല്ലെ അതിലൊന്ന് തലോടി. ഡി, പോയി മൂത്രം ഒഴിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അതോ ഇന്നിങ്ങനെ കിടക്കാനാണോ നിന്റെ പ്ലാൻ? ഭദ്രൻ ചോദിച്ചതും അവൾ ചാടിപ്പിരണ്ട് എഴുന്നേറ്റു. എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നതും പോരാ, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായില്ലേ? സുഖിച്ച് കിടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാ മതി. ഓ പിന്നെ സുഖിപ്പിച്ചങ്ങോട്ട് കൊന്നൂലോ. കൊല്ലണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ടൈം മോശമായി പോയി. അവൻ പതിയെ പെറുപെറുത്തു. എന്തേലും പറഞ്ഞോ? അങ്ങോട്ടൊന്നും പറഞ്ഞില്ല. ഒന്ന് വന്ന് കിടന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഈ ലൈറ്റ് ഒന്ന് കിടത്തണം. ശരി ശരി, ഒരു 10 മിനിറ്റ്. എഴുന്നേറ്റ് വെളിയിലേക്ക് വാ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. മുടി മുഴുവൻ വാരിയെടുത്ത് ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് അവൾ വാതിൽ തുറന്നു. ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി അഴിച്ചു മുറുക്കി ഉടുത്തുകൊണ്ട് ഭദ്രനും എഴുന്നേറ്റ് പിന്നാലെ പോയി. ഭദ്രേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരാമോ? ബെഡ്ഷീറ്റെല്ലാം ഒന്നുകൂടി തട്ടിപ്പൊത്തി വിരിച്ച് കട്ടിലേക്ക് കയറി കിടന്നുകൊണ്ട് നന്ദന അവനെ നോക്കി ചോദിച്ചു. എല്ലാ ദിവസവും ഇന്നർ ബനിയൻ ഇട്ടുകൊണ്ട് കിടക്കുന്നവൻ അന്ന് ആദ്യമായി അത് മാറ്റി അഴയിൽ വിരിച്ച ശേഷം ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവളുടെ അരികിലായി വന്ന് കിടന്നു. ഇനി എന്താണ് നിന്റെ ആഗ്രഹം? ഒന്ന് കേൾക്കട്ടെ. അയ്യേ, ഇങ്ങനാണെ പറ്റില്ല ചേച്ചി, എല്ലാം കുളമാക്കി. എന്നതെങ്കിലും പറയാനുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയടി കോപ്പേ. അത് കേട്ടതും ഭദ്രൻ നന്ദനയോട് ദേഷ്യപ്പെട്ടു. ബേനിയനിട്ട് കിടക്ക് ഭദ്രേട്ടാ, എന്നാലേ പറ്റൂ. എന്തോന്ന്? അല്ല, എന്നും ബനിയൻ ഇട്ടോണ്ടല്ലേ കിടന്നിരുന്നത്, ഇന്നിപ്പോ അതെന്തിനാ മാറ്റിയേ? ഞാൻ പണ്ടും ഇങ്ങനൊക്കെ ആയിരുന്നു. നീ വന്ന ശേഷമാണ് ബനിയൻ ഇട്ടുകൊണ്ട് കിടക്കുന്നത്. എന്നിട്ട് ഇന്നെന്തു പറ്റി? ഒടുക്കത്തെ ചൂടല്ലേ, അതാ ഊരിയിട്ടത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ നിലത്തേക്ക് ഇറങ്ങിക്കിടന്നോളാം. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേക്കാൻ ഭാവിച്ചതും നന്ദന അവൻ്റെ വയറിന് മീതെ തൻ്റെ വലത് കൈ എടുത്തു വെച്ചു. ഓ, ഇങ്ങനൊരു സാധനം അവിടെ കിടക്ക് ഭദ്രേട്ടാ. പിന്നെ നിനക്കെന്താ പറ്റിയേ? നീ എന്നതാ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അതാണ്. ഓ ഒലക്ക, ഞാൻ
ഞാനൊന്നും പറഞ്ഞതുമില്ല, ഏട്ടനൊന്നും കേട്ടിട്ടുമില്ല, പോരെ? മിഴികൾ ഇറുക്കി പൂട്ടിക്കൊണ്ട് കിടക്കുന്നവളെ അവൻ ചൊളിഞ്ഞ നെറ്റിയോടുകൂടി നോക്കി. നിന്റെ ആഗ്രഹം കേൾക്കട്ടെ, എന്നിട്ട് ഉറങ്ങിയാ മതി. ഓ, ഒന്നുമില്ലെന്നേ, കിടന്നുറങ്ങിക്കോ. കാലത്ത് എഴുന്നേറ്റ് പോകേണ്ടതല്ലേ ഏട്ടാ? അതൊക്കെ പൊയ്ക്കോളാം. നീ പറയുന്നുണ്ടെങ്കിൽ പറയേ. ഇല്ലെങ്കിൽ നിന്നെ ജോലിക്ക് വിടുന്ന കാര്യം എനിക്ക് ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. അവൻ ഭീഷണിപ്പെടുത്തിയതും നന്ദന വിരണ്ടുപോയി. അതെ ഭദ്രേട്ടാ, എനിക്ക് പറയേ. എനിക്ക് ഭദ്രേട്ടൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കവിൾത്തടം ചേർത്ത് വെച്ച് കിടക്കാൻ ഒരു മോഹം. അപ്പൊ പിന്നെ ബനിയൻ ഊരിയതുകൊണ്ട് ഞാനതൊന്നും. അവൾ വാക്കുകൾക്കായി പരതി. അപ്പോഴേക്കും അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരുന്നവൻ. ഈ ഭദ്രൻ ഉള്ളിടത്തോളം കാലം നീ ഇങ്ങനെ കിടന്നാ മതി കേട്ടോ, പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകെ തഴുകി. അവന്റെ നെഞ്ചിലെ രോമങ്ങൾ പെണ്ണിന്റെ കവിളിനെ ഇക്കിളി കൂട്ടി തുടങ്ങിയതും അവളൊന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. അടങ്ങി കിടക്കടി ഭാര്യയെ. നീ ആദ്യമായിട്ടൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാനത് സാധിപ്പിച്ചു തന്നില്ലെങ്കിൽ മോശമല്ലേ? അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. തൻ്റെ ദേഹമൊന്നും അവനിൽ മുട്ടാതെ വളരെ സൂക്ഷിച്ചാണ് പെണ്ണിന്റെ കിടപ്പ്. അതൊക്കെ കണ്ടപ്പോൾ അവനാണെങ്കിൽ ചിരി വന്നുപോയി. ഭദ്രേട്ടാ, ഇനി എന്താ പറയാനുള്ളത്? ഐ ലവ് യു ഭദ്രേട്ട. വരവ് വെച്ചിരിക്കുന്നു. ഇനി കിടന്നുറങ്ങിക്കോ. അതേ, പിന്നെ എൻ്റെ ബോഡി പാർട്ടെങ്ങാനും ടച്ച് ചെയ്താൽ ഒന്നും വിചാരിക്കല്ലേ, ഞാൻ അറിഞ്ഞോണ്ടല്ല. ഓക്കെ, അതും വരവ് വെച്ചിരിക്കുന്നു. അവൻ പറഞ്ഞതും പെണ്ണിന്റെ കൈകൾ അവന്റെ നെഞ്ചിനു കുറുകെ മുറുകെ വന്നു. വലം കൈയാൽ അവളെ പൊതിഞ്ഞു പിടിച്ചു കിടന്നപ്പോൾ ഭദ്രന് തോന്നിപ്പോയി അവൾ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായി മാറുകയാണെന്നുള്ളത്. കാലത്ത് 5 മണിയായപ്പോൾ അലാറത്തിന്റെ ശബ്ദം കേട്ട് ഭദ്രൻ ഉണർന്നു. പെട്ടെന്ന് എഴുന്നേക്കാൻ തുനിഞ്ഞതും ശരീരത്തിൽ ഒരു ഭാരം പോലെ അവന് തോന്നി. നോക്കിയപ്പോൾ ഉണ്ട് നന്ദുവിന്റെ വലത് കാല് അവന്റെ വയറില്. പതിയെ അവളുടെ കാലെടുത്ത് മാറ്റിയ ശേഷം അവൻ എഴുന്നേറ്റു. ഡി പൊട്ടിക്കാളി, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ പേടിയും വിറയലുമൊക്കെ ആവിയായി പോയോ? ബെഡിൽ എഴുന്നേറ്റിരുന്ന ശേഷം അവൻ നന്ദനയെ നോക്കി കുറച്ച് നിമിഷങ്ങൾ ഇരുന്നു. എന്നിട്ട് പല്ല് തേച്ച് കുളിക്കാനായി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അമ്മ അപ്പോഴേക്കും ഉണർന്നിട്ടുണ്ട്. കിണറ്റിന്റെ കരയിലേക്ക് ചെന്നിട്ട് വെള്ളം കോരി ബക്കറ്റിലേക്ക് ഒഴിച്ചു വെച്ചു. കട്ടൻ എടുക്കണോടാ മോനെ? അമ്മ വിളിച്ചു ചോദിച്ചു. ആ എടുത്തോ, പറഞ്ഞുകൊണ്ട് വെള്ളം കോരി അവൻ തൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു. കുളി കഴിഞ്ഞ് ഉമ്മറത്തേക്ക് കയറി വന്നപ്പോൾ അമ്മ അവന് കാപ്പി കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അതുമായി അവൻ നേരെ മുറിയിലേക്ക് വന്നു. ഭദ്രേട്ടാ, നേരം വെളുത്തോ ഇത്ര വേഗന്ന്? ഇരു കൈകളും മേൽപോട്ട് ഉയർത്തി ഞെളിഞ്ഞു കുത്തിയിരുന്നു കൊണ്ട് പെണ്ണ് അവനോട് ചോദിച്ചു. 5:30 കഴിഞ്ഞു, ഞാൻ പോവാടി, സമയം പോയി. ഷർട്ട് എടുത്തിട്ടുകൊണ്ട് അവൻ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. റെഡിയായ ശേഷം അമ്മ കൊടുത്ത കാപ്പി അവൻ ഊതി ഊതി കുടിച്ചു. ഭദ്രേട്ടാ, തീർത്തുകളയല്ലേ, കുറച്ച് എനിക്ക് വേണം. വലത് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ കുടിച്ചുകൊണ്ടിരുന്ന കാപ്പിയുടെ ബാക്കി അവൾക്ക് നീട്ടി. കുറച്ചുകൂടെ കുടിച്ചോ ഏട്ടാ, എന്നിട്ട് മതിയെന്നേ. അത് സാരമില്ലടി, നീ കുടിച്ചോ, എനിക്ക് മതിയായിട്ടാണ്. പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്ത് പോക്കറ്റിലിട്ടു. ശേഷം അലമാര പോയി തുറന്നു. എടി, എന്തെങ്കിലും ആവശ്യം വന്നാലേ പൈസ ദേ ഇവിടെ ഇരിപ്പുണ്ട്. ഭദ്രൻ കാണിച്ചു കൊടുത്തതും അവൾ തല കുലുക്കി. അയ്യോ, മറന്നു ഏട്ടാ, ഞാൻ എന്നു മുതലാണ് ജോലിക്ക് വരേണ്ടത്? എന്തോ ഓർത്തെന്ന പോലെ നന്ദു ഭദ്രനോട് ചോദിച്ചു. അച്ചായനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം.